CPM നേതൃത്വത്തിനെതിരെ കൊല്ലം ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉയർത്തിയ വിമർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ നോക്കിയെന്നും സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനാണെന്നും പ്രതിനിധികളിൽ നിന്ന് ചോദ്യം വലിയ തോതിൽ ഉയരുകയും ചെയ്തു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ രാജ്യസഭാ MP A റഹീമിനുമെതിരെ സമ്മേളനത്തിൽ വിമർശനങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു. ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറാക്കിയത് ആന മണ്ടത്തരമാണെന്നും A റഹീമിന് രാജ്യസഭയിലെ പ്രകടനം പരിതാപകരമാണെന്നുമാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. അക്ഷരാർത്ഥത്തിൽ CPM നേതൃത്വത്തെ സമ്മേളനത്തിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ CPMകാരെ ആട്ടി ഓടിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്. BJP പ്രവർത്തകർക്കുള്ള പരിഗണന പോലും CPM പ്രവർത്തകർക്ക് കിട്ടുന്നില്ലെന്നുമുള്ള വിമർശനവും നിലനിൽക്കുന്നുണ്ട്. വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നാണ് വിലയിരുത്തൽ. നേതാക്കൾ ആത്മകഥ എഴുതരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി പ്രതിനിധികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സാധാരണ പ്രവർത്തകർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് പോലും പാർട്ടി യഥാർത്ഥത്തിൽ അറിയുന്നില്ല. സാധാരണ പ്രവർത്തകരെ നേതൃത്വം തീർത്തും അവഗണിക്കുകയാണ്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നേതൃത്വം ഒരിക്കലും ശ്രമിക്കുന്നുമില്ല. നേതൃത്വം മുതലാളിമാരും പ്രവർത്തകർ തൊഴിലാളികളും എന്ന തരത്തിലുള്ള വേർതിരിവാണ് പാർട്ടി നിലനിൽക്കുന്നത്. ആവശ്യങ്ങളുമായി പാർട്ടി ഓഫീസിലെത്തുന്ന പ്രവർത്തകർക്ക് മുന്നിൽ നേതൃത്വം മുഖം തിരിയുകയാണ് ചെയ്യുന്നത്. നിർധനരെ പോലും പാർട്ടി പ്രതിനിധീകരണങ്ങളിൽ വരിക്കാരാക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി സർക്കുലർ നടപ്പാക്കാൻ സമ്മർദ്ദമാണ് ഉയരുന്നതെന്നും നിരന്തരം പണപ്പിരിവിന് അടിച്ചേൽപ്പിക്കുന്നതായും തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ പലരും സാമ്പത്തിക ബാധ്യതയിലേക്ക് വീഴുന്ന സ്ഥിതിയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ബ്രാഞ്ച് സെക്രട്ടറിയാകാൻ പ്രവർത്തകർ മടിക്കുന്നുവെന്ന വിമർശനവും വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസ് മികച്ച പ്രവർത്തകനും മന്ത്രിയുമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിലാണ് നിലനിൽക്കുന്നതെന്നും അത് പാർട്ടിക്ക് അവമതി ഉണ്ടാക്കുന്നുവെന്നുമാണ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നത്. KK ശൈലജ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തി മന്ത്രിസഭ രൂപവൽക്കരിച്ചത് മണ്ടൻ തീരുമാനമായിരുന്നുവെന്നും പ്രതിനിധികൾ തുറന്നു പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അടക്കം വിമർശനങ്ങൾ നേരിടേണ്ട അവസ്ഥ വന്നു. പൊതുസ്ഥലങ്ങളിൽ MV ഗോവിന്ദനെ എടുക്കുന്ന കർക്കശ നിലപാടുകൾ സംസ്ഥാന സെക്രട്ടറി യോജിച്ചതല്ലെന്ന് വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. ചാനൽ ചർച്ചയിൽ ഒരു വകതിരിവുമില്ലാത്തവരെയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നതെന്നും അതിന് മാറ്റം ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുകയുണ്ടായി. കരുനാഗപ്പള്ളി വിഭാഗീയ പ്രശ്നങ്ങൾ പാർട്ടിക്ക് മുഴുവൻ അവമതി ഉണ്ടാക്കിയതായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ M മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ടത്തരമായിരുന്നുവെന്നുമാണ് പ്രതിനിധികൾ ആവർത്തിച്ചത്.